നമ്മുടെ ഫാദേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ആക്ച്വലി നമ്മൾ 2 ദിവസത്തെ കഥയാണ് പറയാൻ പോകുന്നത്, നമ്മുടെ കഴിഞ്ഞ സാറ്റർഡേയും സൺഡേയും. കാരണം ഫാദേഴ്സ് ഡേ സൺഡേ ആയിരുന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തത് സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അപ്പയ്ക്ക്, അതായത് എൻ്റെ ഹസ്ബൻഡിന് യേശുട്ടിയുടെ അപ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റും പിന്നെ ഒരു ചെറിയൊരു കേക്കും ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി 2 അപ്പന്മാർക്ക് ചെറിയ 2 ബ്രൗണീസ്, അതായത് ചെറിയ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒരു സന്തോഷത്തിന് അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് എന്നുള്ളൊരു ടോക്കൺ ഓഫ് ലവ്, അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്ലാനിങ്, അല്ലെങ്കിൽ ഫാദേഴ്സ് ഡേക്ക് ഇങ്ങനെ ഒരു സെലിബ്രേഷനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ടെൻഷനൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പയ്ക്ക് എന്ത് കൊടുക്കും എന്ന് ആലോചിച്ച് ലാസ്റ്റ് നമ്മളൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തി. നമ്മുടെ പിള്ളേരുടെ 2 പേരുടെയും കൈ വെച്ച് ഒരു ഫോട്ടോ ഫ്രെയിം പോലെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഫ്രെയിം ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അതൊരു പേപ്പറിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊരു DIY ആയിട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ 2 കളർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്ലൂവും പിന്നെ ഒന്ന് വാവയ്ക്ക് വേണ്ടിയിട്ടൊരു ഗ്രീനിഷ് യെല്ലോ കളർ പോലത്തെ ഒരു കളറും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം യേശുട്ടിയുടെ പെട്ടെന്ന് കഴിഞ്ഞു. ആദ്യം യേശുട്ടിയുടെ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. യേശുട്ടി ഭയങ്കര ഈസി ആയിരുന്നു. യേശുട്ടിക്ക് അത് അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷെ എനിക്ക് ടെൻഷൻ വാവയുടെ കേസിലായിരുന്നു. വാവേനെ കൊണ്ട് ഞാൻ എങ്ങനെ കൈ വെപ്പിക്കും, അത് അവൾ കൃത്യമായിട്ട് വെക്കുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ ആദ്യം വാവനെ കൊണ്ട് ജസ്റ്റ് അവളുടെ കൈ പ്ലെയിനായിട്ട് വെറുതെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കളറൊക്കെ ചെയ്ത്, പിന്നെ കളറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആളൊരു ഇതായി. അങ്ങനെ വെച്ചു, നമ്മൾ ക്ലിയറാക്കി. പിന്നെ ഞാനതൊന്ന് ടച്ച് ചെയ്ത് ഒന്ന് ഡാർക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് എക്സ്ട്രാ സംഭവങ്ങൾ, അതായത് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള കുറച്ച് സ്റ്റാർസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പശ വെച്ച് ഒന്ന് അതിലൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പടങ്ങളൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ഒരു സംഭവം സെറ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മളത് ആക്ച്വലി നമ്മൾ രാത്രി തന്നെ നമ്മുടെ അപ്പയുടെ ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ചെയ്തിട്ട് യേശുട്ടിക്ക് ഒട്ടും രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ല. യേശുട്ടി പെട്ടെന്നെല്ലാം പറയും, ഒന്നും മനസ്സിലങ്ങനെ ഇരിക്കത്തില്ല ആളുടെ. അപ്പോൾ വന്നപ്പോൾ മുതൽ ആൾ എന്നോട് ചോദിക്കുകയാണ്, അമ്മേ ഞാൻ പറയട്ടെ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി സെലിബ്രേറ്റ് ചെയ്തു. ആൾ കൊണ്ടുപോയി ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പയ്ക്ക് ഈ കേക്കും കൊടുത്ത് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവനെയും യേശുട്ടീനെയും വെച്ച് അപ്പോൾ അത് കട്ട് ചെയ്തു. വാവയ്ക്കും കൊടുത്തു, യേശുട്ടിക്കും കൊടുത്തു. എല്ലാവരും ഹാപ്പിയായിരുന്നു, ഞങ്ങളെല്ലാവരും ഹാപ്പിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അപ്പോഴും സോറിയൊക്കെ ചോദിച്ചായിരുന്നു, ഞായറാഴ്ച നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പള്ളിയിൽ പോയ ടൈമിലേക്കും അവൾ എൻ്റെ അപ്പന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബ്രൗണി. അപ്പനെ കൊണ്ട് മുറിപ്പിച്ച് അവരെന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിപ്പോൾ പോണത് ആക്ച്വലി നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ അപ്പച്ചനും അമ്മച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ അപ്പച്ചനും ചെറിയൊരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പോയപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ചെറിയ ബ്രൗണീസൊക്കെ വാങ്ങിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് നമ്മൾ അപ്പച്ചന് ഇതുപോലെ തന്നെ സർപ്രൈസ് ആയിട്ടുള്ള ഹാപ്പി ഫാദേഴ്സ് ഡേ ഒക്കെ വിഷ് ചെയ്തു. അപ്പച്ചൻ അത് കട്ട് ചെയ്തു. നമ്മളത് പിള്ളേർക്ക് കൊടുത്തു, നമ്മളും കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം, ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഫുൾ ടൈം ഏകദേശം നമ്മളൊരു 5-5:30 വരെ അവിടെ സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അപ്പോഴേക്കും തിരിച്ചു പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ അവരെ അങ്കമാലി ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് നേരെ അവരെ അങ്കമാലി ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ കഥ